ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വസീം അക്രത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ അരഗൻസ് പാകിസ്ഥാൻ ടീമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. വസീം സാർ, ഇത് സത്യമാണോ? 18ാമത്തെ വയസ്സിലാണ് താങ്കൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത്. അപ്പോൾ താങ്കളെ എല്ലാവരും പ്രിൻസ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ 89 സീരീസിന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ ഒരുപാട് വിക്കറ്റുകൾ എടുത്തു. പിന്നെ കുറച്ച് റൺസും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അവിടെ വെച്ചാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ എനിക്ക് ഫസ്റ്റ് 100ഉം സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ 1986-ൽ അതിനുശേഷമാണ് ആ ന്യൂസുകളൊക്കെ ന്യൂസ് പേപ്പറുകളിൽ വരാൻ തുടങ്ങിയത്. ഞാൻ 2-3 തവണ വായിച്ചിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ അധികം പറഞ്ഞത് കേട്ടില്ല. അതിനുശേഷം താങ്കളെ കിങ് ഓഫ് സിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത്ര പെട്ടെന്നൊന്നും ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ 10 വർഷം കളിച്ച് വിക്കറ്റുകൾ എടുത്തതിന് ശേഷമാണ് വിളിക്കാൻ തുടങ്ങിയത്. റിവേഴ്സിംഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങളും പ്രസ്സും ഒക്കെ അങ്ങനെ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയത്. ധാരാളം ക്ലാപ്പുകളും ധാരാളം പ്രശംസകളും താങ്കൾക്ക് ലഭിച്ചു. അതെ, സത്യമാണ്. ഒബ്വിയസ്ലി ജനങ്ങൾ എത്രമാത്രം സ്നേഹം കാണിക്കണമോ അതിനേക്കാളുമൊക്കെ അധികം അവർ കാണിച്ചിട്ടുണ്ട്. ഞാൻ കളിക്കാത്ത ദിവസങ്ങളിൽ അവർ ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട്. എല്ലാം ഗെയിമിന്റെ ഒരു പാർട്ടാണ്. ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് പാകിസ്ഥാൻ തോൽക്കുന്ന സമയത്ത് ഷെയിം ഓഫ് പാകിസ്ഥാൻ എന്ന് ജനങ്ങൾ കൂവി. അതെ, തീർച്ചയായിട്ടും. അത് ഒരു പാർട്ട് ഓഫ് കൾച്ചറാണ്. അത് കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. നന്നായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ ജനങ്ങൾ നമ്മളെ പൊക്കി പറയുന്നു, അതുപോലെ തന്നെ മോശമായിട്ട് കളിച്ചാൽ നമ്മളെ കുറ്റം പറയും. ആൻഡ് അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ജനങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിനെതിരെ കൺസിസ്റ്റന്റ് അല്ലാന്ന്. അപ്പം ഞാൻ ചോദിക്കും നമ്മുടെ കൾച്ചറിനകത്ത് എന്ത് കൺസിസ്റ്റൻസിയാ ഉള്ളതെന്ന്. പിന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കും, അതിനകത്ത് തല്ലുകൂടും. സോ ഇങ്ങനെയൊക്കെയായിരുന്നു പാകിസ്ഥാൻ ടീം. ഞങ്ങളും ഒരു പാകിസ്ഥാനിയാണല്ലോ. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അതിന്റെ പുറകിൽ നല്ലൊരു ബാക്കപ്പ് ഉണ്ടായിരിക്കണം, ഒരു ക്രിക്കറ്റ് ബോർഡ് ഉണ്ടാവണം, ഫുൾ സപ്പോർട്ടും നമുക്ക് കിട്ടണം, അവര് നമുക്ക് ബാക്കിംഗ് ചെയ്യണം. പിന്നെ ഉദാഹരണത്തിന് ഒരു ക്യാപ്റ്റൻ 2 വർഷം തുടരാൻ സാധ്യതയുണ്ട്. അതേപോലെ നന്നായിട്ട് കളിച്ചില്ലേ 2 മാസത്തിലും പുറത്താക്കാം. ഒരുപക്ഷെ ക്യാപ്റ്റൻ 2 വർഷമായി തുടരുകയാണെങ്കിൽ ടീം നല്ല ഡയറക്ഷനാണ് പോകുന്നതെന്നാണ്. താങ്കൾ ക്യാപ്റ്റനായ സമയത്ത് താങ്കൾക്ക് ഒരു ബാക്കിംഗും ഇല്ലെന്നാണോ? ആ സമയത്ത് ഞാൻ വളരെ യങ് ആയിരുന്നു. എനിക്ക് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടി, കുറച്ചൊന്നും കിട്ടിയില്ല. പിന്നെ ക്രിക്കറ്റ് ബോർഡ് മാറിക്കൊണ്ടേയിരിക്കും. ക്രിക്കറ്റ് ബോർഡിന്റെ കാര്യം നോക്കിയാൽ എവരി 3 മന്തിൽ മാറും. ഒരു ചെയർമാൻ മാറുകയാണെങ്കിൽ അതിന്റെ മൊത്തം അഡ്മിനിസ്ട്രേഷനും മാറും. പക്ഷേ ഇതും സത്യമല്ലേ? താങ്കൾ പാകിസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായ സമയത്ത് മൊത്തം ടീമും താങ്കൾക്ക് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ച് താങ്കൾക്കെതിരായിട്ട് വർക്ക് ചെയ്തവർ. അതെ, അത് ഒരു മാച്ച് സെറ്റിന്റെ തെറ്റായിരുന്നു. തെറ്റ് 2 ഭാഗത്തു നിന്നും ഉണ്ടായി. പിന്നെ മോസ്റ്റ്ലി മേ ബി സിംബാബ്വെ ടീമിലും എനിക്കറിയാം അന്ന് ഈ എക്സാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അർഗൻ്റായിട്ടായിരുന്നു ഇരുന്നത്. അന്ന് എനിക്ക് ഒരു 24 വയസ്സായിരുന്നു. സിംബാബ്വെ ടീമിനെതിരെ ഞാൻ ചില ഡ്രീം വിക്കറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചു. അതിൽ ചില ബാറ്റ്സ്മാൻമാരൊക്കെ അപ്സെറ്റായി. പിന്നെ എനിക്ക് ചില ഡ്രീം വിക്കറ്റുകൾ കിട്ടി. അങ്ങനെ സിംബാബ്വെക്കെതിരെ ഞങ്ങൾ ഫസ്റ്റ് മാച്ച് കളിക്കുകയായിരുന്നു. അവരും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്കെതിരെ 2-1 എന്ന നിലയിൽ ജയിച്ചു. അന്ന് ഞങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മാജിദ് ഖാൻ ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ക്രിക്കറ്ററെയും പേഴ്സണലായി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ ഒന്ന് മാത്രമാണ്: ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അയാളെ ക്യാപ്റ്റൻ ആക്കണം, അറിയില്ലെങ്കിൽ അയാളെ ടീമിൽ നിന്ന് പുറത്താക്കണം. സോ ഐ തിങ്ക് ഓൾ ടുഗദർ അതൊരു തെറ്റായിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അത് കാരണം പ്ലേയേഴ്സിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അവർക്കെതിരായിട്ട് ചില റിവോൾട്ടുകൾ നടത്താന്നുള്ള തീരുമാനം വരെ എടുത്തു. അതുകൊണ്ട് തന്നെ അവർ എനിക്കെതിരായിട്ട് റിവോൾട്ട് നടത്തി. പക്ഷേ ഇതും സത്യമല്ലേ? അവർ താങ്കളെ റിവോൾട്ട് ചെയ്തതിന് ശേഷം ഇമ്രാൻഖാൻ അഡ്വൈസ് ചെയ്തില്ലേ, ക്രിക്കറ്റ് വിട്ടേക്ക്, വീട്ടിലിരിക്കെ, ഇതിലെന്താ ഉള്ളതെന്ന്? അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം പ്രസിന് മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതായത് വസീമിനെ ന്യൂസിലാൻഡിലേക്ക് അയക്കാൻ പാടില്ല എന്ന്. അവന്റെ പെരുമാറ്റങ്ങളൊന്നും അത്ര ശരിയില്ല. പിന്നെ പ്ലേയേഴ്സ് എല്ലാവരും അവനെതിരാണ്. പിന്നെ ന്യൂസിലാൻഡിൽ പോയിട്ട് അവൻ എന്ത് കാണിക്കാനാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജാമീൻ സവദ്, ഒരു 24 വയസ്സുള്ള പയ്യൻ, തന്റെ കൾച്ചറിനെ പറ്റി എന്ത് ചിന്തിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്തു ക്രിക്കറ്റിന് വേണ്ടി എനിക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റുമെന്ന്. ഫൈറ്റ് ഉണ്ടോ ഇല്ലയോ, ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ, എന്തായാലും ഞാൻ പോകണം, കളിക്കണം. ആ ടൂറിലും ഞാൻ പോയി. എന്റെ വൈഫ് ആ ടൂറിൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടിരുന്നു. ഞാൻ എന്തായാലും പോകാൻ അവൾ നിർബന്ധിച്ചു. ഞങ്ങളവിടെ പോയി 3 മാച്ചുകളിൽ നിന്ന് ഐ തിങ്ക് 25-27 വിക്കറ്റുകൾ ഞാൻ എടുത്തിരുന്നു, 3 ടെസ്റ്റ് മാച്ചുകളിൽ നിന്ന്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. പിന്നെ ആ ടൂറിൽ ഞാൻ വേറെ ആരോടൊന്നും പറയാൻ പോയില്ല. ഞാൻ ബോൾ ചെയ്യുമ്പോൾ ആരും സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ചുമ്മാ അവർ കൈയടിക്കും. 11 ആൾക്കാരും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. ഞാനും അവരോട് സംസാരിക്കാൻ പോയില്ല. ആൻഡ് അഗൈൻ ഇൻ ദ എൻഡ് എല്ലാം ടീമിന് വേണ്ടിയല്ലേ. അവരെന്തോ എന്നോട് ദേഷ്യത്തിലായിരുന്നു. ഞാൻ ആ ദേഷ്യം ഫീൽഡിൽ കാണിക്കാൻ തീരുമാനിച്ചു. പിള്ളേരോട് കാണിക്കണമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ദേഷ്യം ഫീൽഡിൽ കാണിച്ചു. ചില സമയത്ത് ധാരാളം വഴക്കുകളും കേൾക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ല സാർ, അതൊരു റോങ് കോളാണ് സാർ. ആ സമയത്ത് പാകിസ്ഥാൻ ടീമായിട്ട് ഫൈറ്റ് നടന്നപ്പോൾ പോലും, അതായത് ഇന്ത്യയായിട്ട് ഫൈറ്റ് നടന്ന സമയത്തും ബാറ്റ് എടുത്ത് ഒരാൾ മറ്റൊരാളുടെ തല അടിച്ച് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ വഴക്ക് പറയും, അത്രേ ഉള്ളൂ സാർ. മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ മേ ബി ഞങ്ങൾക്ക് അങ്ങനെ വഴക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു. ഇതുവരെ ബാറ്റും സ്റ്റെമ്പും ഒന്നും എടുത്ത് ആരും ആരെയും അടിക്കാനൊന്നും പോയിട്ടില്ല സാർ. എന്നോട് ഒരു ക്രിക്കറ്റർ പറഞ്ഞിരുന്നു, അതായത് സച്ചിൻ തെണ്ടുൽക്കർ ഇംഗ്ലണ്ടിൽ മാച്ച് നടക്കുമ്പോൾ, അതും വേൾഡ് കപ്പിന്റെ സമയത്ത് 2003-ൽ, അതെ, അദ്ദേഹം 4ഉം 6ഉം ഒക്കെ അടിക്കുന്ന സമയത്ത് അവിടെ എല്ലാ പാകിസ്ഥാൻ ബൗളേഴ്സും കഷ്ടപ്പെടുമ്പോൾ താങ്കളും വക്ര യൂനിസും ഗ്രൗണ്ടിൽ വെച്ച് വഴക്കുണ്ടായെന്ന് കേട്ടു. 2003-ൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. 3 വർഷം മുന്നേ എനിക്ക് കാര്യം ഓർമ്മയില്ലായിരുന്നു. ഒബ്വിയസ്ലി ഞാനും വക്കാറും വളരെ പ്രഷറിലായിരുന്നു ഉള്ളത്. ഐ തിങ്ക് ഫസ്റ്റ് ഓവറിൽ തന്നെ അദ്ദേഹം ഷോയബിനെ ചേഞ്ച് ചെയ്തു.
എനിക്ക് ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്, സച്ചിൻ ഒരു ഫേമസ് 6 അടിച്ചു. ഞാനതൊരു TV ചാനൽ വെച്ച് കണ്ടു. അത് എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഓർമ്മയിലുണ്ടാവും. പിന്നെ ആൻഡ് യു നോ ഹി വാസ് എ മെയിൻ ബോളർ. സോ ഷോയബും കുറച്ചൊന്ന് പേടിച്ചു, പിന്നെ ക്യാപ്റ്റനും പേടിച്ചു. ഒരു ടീമിൽ ക്യാപ്റ്റൻ പേടിക്കുകയാണെങ്കിൽ അത് ശരിക്കും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു സാരമില്ല, ഫ്രീ ആയിട്ട് വിടുമെന്നാണ്. ശേഷം വക്കാർ സൗരവിനെ ഔട്ടാക്കി. ഷോയബും ട്രൈ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ടല്ലോ. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. എന്നെ തേർഡ് മാൻ ആക്കിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷേ ഇത് സത്യമാണോ? വക്കർ താങ്കൾക്ക് അണ്ടർ ബോൾ ചെയ്യാറുണ്ട്, ആവശ്യമുള്ള അത്ര ബോൾ തരാറില്ലെന്ന് കേട്ടു. അല്ലല്ല, അത് തെറ്റാണ്. വക്കാറിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരിക്കലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അദ്ദേഹം കുറച്ച് എൻഡിൽ, അതായത് 2003 സമയത്ത് പിള്ളേരൊക്കെ വല്ലാതെ ഫീൽ ചെയ്യുമായിരുന്നു, അവർക്ക് വൺ ഡേയിൽ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടൊക്കെ തന്നെ ടീമിന്റെ പെർഫോമൻസ് വളരെ നന്നായി. പക്ഷേ അദ്ദേഹം എനിക്ക് അണ്ടർ ബോൾ ഒന്നും ചെയ്തില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീം ജയിച്ചല്ലേ തീരൂ. സോ അദ്ദേഹത്തിന് ജയിക്കണമായിരുന്നു. ഒരുപക്ഷെ മെയിൻ ബോളറിന് ബോൾ കൊടുത്തില്ലെങ്കിൽ വിക്കറ്റ് വീഴില്ല. അതിന്റെ പ്രശ്നം തീർച്ചയായിട്ടും ക്യാപ്റ്റനെയാണ് ബാധിക്കുക. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ആ സമയത്ത് പാകിസ്ഥാൻ പ്രസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തോറ്റതിന്റെ കാരണം അവർ പറയുന്നത് ഇതാണ്, വക്കറിനും താങ്കൾക്കും നടുക്ക് എന്തെല്ലാമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ടാണ് തോറ്റുപോയത്. പാകിസ്ഥാൻ പ്രസിന് 10 വർഷത്തോളം ആഘോഷിക്കാൻ ഒരു ടോപ്പിക്ക് കിട്ടി. അതായത് എന്ത് ചെറിയ കാര്യത്തിനും ഇവർ തമ്മിൽ തല്ലുകൂടാറുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മതി. എന്തായാലും എനിക്കും വക്കാറിനും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം യങ് ആയിരുന്നു, എന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ലേറ്റ് ആയിട്ട് വരുന്ന ശീലമുണ്ട്, അതിപ്പോഴും ഉണ്ട്. പിന്നെ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല എങ്ങനെ വക്കാറിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാമെന്ന് ഓർത്ത്. പക്ഷേ ഈയിടെയായിട്ട് അദ്ദേഹം മെച്ചപ്പെട്ടിട്ടുണ്ട്. 1 മിനിറ്റ് നേരത്തെ എത്താറുണ്ട്. മുന്നേയൊക്കെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു വരിക. ഒരു പ്രാവശ്യം ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കഴുത്തിലെ മസിൽ പുള്ളായി മുകളിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വക്കറും വസീമും തമ്മിൽ എന്തോ വഴക്കുണ്ടായി, അങ്ങനെ കഴുത്തെ പിടിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും വഴക്കും പറയാറില്ല. കുട്ടികളെ പോലെയൊന്നും ഞങ്ങൾ അങ്ങനെ ദേഷ്യം പുറത്ത് കാണിക്കാറില്ലായിരുന്നു. ആൻഡ് ഇൻ ദ എൻഡ് ഞങ്ങൾ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലും വി ആർ ഓക്കെ. പിന്നെ ഇപ്പോഴും ഞങ്ങൾ വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. ദാറ്റ്സ് ഗുഡ് സൈൻ. ജാവേദ് മിയാന്താദും താങ്കളെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തു. അതെ, വളരെയധികം. അദ്ദേഹം എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാ, ഞാൻ ഒരു കാര്യം മാത്രം പറയാം. എന്നെ ടീമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്, അതിൽ ഒരു ഡൗട്ടുമില്ല. അദ്ദേഹം എന്നെ തെരഞ്ഞെടുത്തപ്പോൾ അതൊരു 3ാമത്തെ ടെസ്റ്റ് മാച്ച് ആയിരുന്നു, അത് ഫസ്റ്റ് ക്ലാസ് മാച്ചിൽ. എ തേർഡ് ഫസ്റ്റ് ക്ലാസ് ഗെയിം വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് മാച്ച്. സോ ഞാൻ ടീമിലേക്ക് ഒരു ഫ്ലൂക്ക് ആയിട്ടാണ് വന്നത്. അന്ന് ജാവേദ് എന്നെയും ടീമിൽ ചേർത്ത് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ. പിന്നെ എൻഡിൽ ഞാൻ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഇൻ 94 ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. ഇപ്പോഴും അദ്ദേഹം എന്നോട് ദേഷ്യത്തിലാണുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റല്ലേ? ആരാണോ താങ്കൾക്ക് ക്രിക്കറ്റിൽ ചാൻസ് നൽകിയത്, ആരാണോ ഉയർത്തിക്കൊണ്ട് വന്നത്, ചാൻസ് നൽകി അദ്ദേഹത്തെ താങ്കൾ ഡ്രോപ്പ് ചെയ്തത് ശരിയാണോ? ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത സമയത്ത് കൊണ്ടുപോയി ടീമിൽ ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തിരിച്ച് ടീമിലെടുക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തിന്റെ നന്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. പാകിസ്ഥാൻ രാജ്യത്തിന്റെ ടീമിന് വേണ്ടിയാണ് ഞാൻ കളിക്കുന്നത്. നമ്മുടെ രാജ്യം ജയിക്കണം. അദ്ദേഹം എനിക്ക് 20 വർഷം മുന്നേ സഹായം ചെയ്തു എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തെ തിരിച്ചെന്ന് സഹായിക്കണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ഒരു യങ് പ്ലെയറിന് അവസരം കിട്ടാതാവും. അതുകൊണ്ടാണ് ടീമിലെടുക്കാതിരുന്നത്. താങ്കൾ പറഞ്ഞ ഇക്കാര്യം എനിക്ക് മനസ്സിലായി. വക്കറിന്റെ കൂടെ താങ്കൾ 10 വർഷം സംസാരിച്ചിട്ടേ ഇല്ല ഫീൽഡിൽ വെച്ച്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജാവേദ് മിയാന്താദിന്റെ കൂടെ വഴക്കുണ്ടാകാറുണ്ടല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം താങ്കളുടെ അടുത്ത് അങ്ങനെ ഇല്ല, ഒരിക്കലും അദ്ദേഹം എന്നോടും അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. എപ്പോഴൊക്കെ ഒരു യങ് ക്യാപ്റ്റൻ ടീമിലേക്ക് വന്നാലും, ഉദാഹരണത്തിന് പറയണമെങ്കിൽ യുവരാജിനെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ, സച്ചിൻ തെണ്ടുൽക്കർ ലേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ, ഡിസിപ്ലിൻ അറിയാതെ യുവരാജ് എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ച് നിന്നു പോകുമായിരുന്നു. അദ്ദേഹം എത്ര വലിയ ഗ്രേറ്റ് പ്ലെയർ ആണ്. അദ്ദേഹം മനഃപൂർവ്വം ജനങ്ങളുടെ സംസാരവും കേട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ. ആ ഒരു കാരണമല്ലാതെ ഞങ്ങൾക്കിടയിൽ പേഴ്സണലായിട്ട് വേറൊന്നുമില്ല. ഞാനൊരു വലിയ പ്ലെയർ ആണ്, എനിക്ക് ഇഷ്ടത്തിന് നടക്കാമെന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് എനിക്ക് ഈ കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു. താങ്കൾ മിണ്ടാതിരിക്കും അല്ലേ? അതാണ് നല്ല വഴി.